Hello all, welcome to Toppers World. ഇന്ന് നമ്മളുടെ ക്ലാസ് 2ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ആണ്. പാർട്ട് 2 ടെക്സ്റ്റ് ബുക്ക്. അപ്പോൾ ഇംഗ്ലീഷിലെ യൂണിറ്റ് 4 ആണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? യൂണിറ്റ് 4ലെ സ്റ്റാർ ഇൻ ദ ജാർ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് മുഴുവൻ ക്ലാസ്സും അതിൻ്റെ ചോദ്യോത്തരങ്ങളും നമ്മുടെ ചാനലിൽ നമ്മൾ നേരത്തെ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പ്ലേലിസ്റ്റിൽ അത് നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നമ്മളതിൻ്റെ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് യൂണിറ്റ് 4ലെ ദ ഫ്രണ്ട് ഫ്രം മാസ്, റീഡ് ആൻഡ് റിജോയ്സ് ആണ്. ദ ഫ്രണ്ട് ഫ്രം മാസ്. ഓക്കെ, അപ്പോൾ മാസ് എന്താ? ഒരു ഗ്രഹമാണ് അല്ലേ? അപ്പോൾ ദ ഫ്രണ്ട് ഫ്രം മാസ് നമുക്ക് നോക്കിയാലോ. റീഡ് ആൻഡ് റിജോയ്സ്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കിയാലോ. അപ്പം എന്താ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്? ദ ഫ്രണ്ട് ഫ്രം മാസ്. അപ്പം മാസ് എന്ന് പറയുന്നത് ഏത് ഗ്രഹമാണ്? നിങ്ങൾക്ക് പ്ലാനറ്റിനെ കുറിച്ച് അറിയോ? ഗ്രഹങ്ങളെക്കുറിച്ച്. അപ്പം മാസ് എന്ന് പറഞ്ഞ ചൊവ്വാഗ്രഹമാണ് കേട്ടോ. ചൊവ്വാഗ്രഹം, മാസ്. അപ്പോൾ ചൊവ്വാഗ്രഹത്തിൽ നിന്നൊരു ഫ്രണ്ട് ഫ്രം മാസ് എന്ന് പറഞ്ഞ സൂം. വാട്ട്സ് ദാറ്റ് സൗണ്ട്? എന്താണ് ആ ശബ്ദം? അപ്പോൾ ആ മൊയിൽ എന്താ പറയണേ? ലുക്ക്, സംതിങ് ഈസ് കമ്മിങ് ഡൗൺ. നോക്ക്, എന്തോ ഒന്ന് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ മങ്കി എന്താണ് ആ സൗണ്ട് എന്നാട്ടോ ചോദിക്കുന്നത്. മങ്കി വാട്ട്സ് ദാറ്റ് സൗണ്ട് എന്ന് ചോദിക്കുമ്പോൾ റാബിറ്റ്, മൊയിൽ എന്താ പറയണേ? ലുക്ക്, സംതിങ് ഈസ് കമ്മിങ് ഡൗൺ. എന്തോ ഒന്ന് താഴോട്ട് വരുന്നു. 131 പേജിലത്തെ നോക്കാം. An eagle fell down. Its wings were burnt. The monkey and the rabbit rushed to the eagle. അപ്പം നോക്കുമ്പോൾ എന്തായിരുന്നു അത്? ഒരു ഈഗിൾ അല്ലേ? ഒരു ബേർഡ്. അതിൻ്റെ ചിറകുകളൊക്കെ കരിഞ്ഞ് താഴെ വന്ന് വീണു. അപ്പോൾ ഇവർ ഓടിപ്പോവാണ്. വാട്ട് ഹാപ്പൻഡ് എന്ന് മങ്കി ചോദിക്കും. എന്തു പറ്റി? A big bird is there in the sky. Fire came out from its mouth. It burned my wings. അപ്പോൾ ഈ പക്ഷി പറയും, ആകാശത്ത് ഒരു വലിയ പക്ഷിയുണ്ട്. ആ പക്ഷിയുടെ വായിൽ നിന്ന് തീ വരുന്നു. അതിൻ്റെ വായിൽ നിന്ന് ആ തീയാണ് എൻ്റെ ഈ ചിറകുകളെ കത്തിച്ചത് എന്ന് ഈ വീണ് കിടക്കുന്ന ഈ പക്ഷി ഈ റാബിറ്റിൻ്റെ അടുത്തും മങ്കിയുടെ അടുത്തും പറയും. ഇറ്റ് ഈസ് കമ്മിങ് ക്ലോസർ, റൺ. അപ്പോൾ റാബിറ്റ് പേടിച്ചിട്ട് അത് നമ്മുടെ അടുത്തോട്ട് വരുന്നു. ഓടൂ പറയാണ് കേട്ടോ. റാബിറ്റ് ഹോപ്പ്ഡ് ഓവർ ദ ഗ്രാസ്. അപ്പോൾ റാബിറ്റ് ചാടി പുല്ലിൽ കൂടെ ഓടി. മങ്കി ക്ലൈംബ്ഡ് അപ്പ് എ ബിഗ് ട്രീ. അപ്പോൾ ഈ മങ്കി, കുരങ്ങനാകട്ടെ, ഒരു വലിയ മരത്തിൽ ചാടിക്കയറി. എ ബിഗ് സ്പേസ് ഷിപ്പ് ലാൻഡഡ് ഓൺ ദ ഗ്രൗണ്ട്. അപ്പോൾ വലിയൊരു സ്പേസ് ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇത് അന്യഗ്രഹ ജീവികൾ വരുന്നൊക്കെ നമ്മൾ പറയില്ലേ കഥകളിലെ, വലിയതാ ഇതുപോലത്തെ ഒരു വാഹനം സിനിമകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ? അതേപോലത്തെ ഒരു സ്പേസ് ഷിപ്പ് വന്ന് ഇറങ്ങുകയാണ്. ഇറ്റ്സ് ഡോർ ഓപ്പൺ. അതിൻ്റെ വാതിലുകൾ തുറന്നു. എ ക്യൂട്ട് ഗ്രീൻ ഏലിയൻ വിത്ത് ബിഗ് ഐസ് ജംപ്ഡ് ഔട്ട്. അപ്പോൾ ഒരു ക്യൂട്ടായിട്ടുള്ള ഗ്രീൻ കളർ ഏലിയൻ പറഞ്ഞ അന്യഗ്രഹ ജീവി എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കുന്നത് ഭൂമിയിലാണ് അല്ലേ? ഭൂമി എന്ന് പറയുന്ന ഒരു പ്ലാനറ്റിലാണ്, ഒരു ഗ്രഹത്തിലാണ്. അതേപോലെ വേറെ നമുക്ക് ഗ്രഹങ്ങളുണ്ട്, 8 ഗ്രഹങ്ങളുണ്ട്. അതിലൊന്നാണ് ഭൂമി. അതുപോലെ വേറെ ഗ്രഹങ്ങളുണ്ട്. മാസിനെ കുറിച്ചാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് അല്ലേ? അപ്പോൾ വേറെ ഗ്രഹത്തിൽ നിന്ന് വരുന്ന ജീവികളെ ഏലിയൻ എന്നാണ് പറയുക കേട്ടോ. അപ്പോൾ ഈ വന്ന വാഹനത്തിൽ നിന്ന്, ആ സ്പേസ് ഷിപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ഗ്രീൻ കളർ ഏലിയൻ, വലിയ കണ്ണുകളൊക്കെ ഉണ്ട് കേട്ടോ അതിന്, അതിറങ്ങി. അത് ഈഗിളുടെ അടുത്തോട്ട് വന്നു. ആ വീണ് കിടക്കുന്ന പക്ഷി പരുന്തിൻ്റെ അടുത്തോട്ട് വന്നു.
ദ ഏലിയൻ ഹാഡ് എ വാച്ച് ഓൺ ഇറ്റ്സ് റിസ്റ്റ്. അപ്പോൾ ഈ ഏലിയൻ്റെ കയ്യിൽ ഇത് കണ്ടോ നിങ്ങൾ, ഒരു വാച്ച് കണ്ടോ കയ്യിൽ? ഈ ടച്ച്ഡ് ദ വാച്ച്, എ ബ്ലൂ ബീം ഓഫ് ലൈറ്റ് ഫെൽ ഓൺ ദ ഈഗിൾ. അപ്പോൾ ഈ ഏലിയൻ ആ വാച്ചിൽ തൊട്ടതും ആ വാച്ചിൽ നിന്ന് എന്ത് ചെയ്തു, ഒരു ബ്ലൂ കളർ, ഒരു നീല കളർ വെളിച്ചം ഈഗിളുടെ മേലേക്ക് ഇതായി ചിത്രത്തിൽ കാണുന്ന പോലെ വന്ന് പതിച്ചു. What a surprise! The eagle's wings got healed. New feathers appeared on its wings. അപ്പോൾ എന്ത് അത്ഭുതം! ആ ഈഗിളുടെ, ഈ പരുന്തിൻ്റെ ചിറകുകൾ ഒടിഞ്ഞതല്ലേ, കരിഞ്ഞതല്ലേ, ആ ചിറകുകളൊക്കെ ശരിയായി പുതിയ തൂവലുകളെല്ലാം അതിന് മുളച്ചു. ഓ വാട്ട് എ മാജിക്! ഓ എന്ത് അത്ഭുതമാണല്ലേ, എന്ത് മാജിക് ആണിത്! യെസ്, ഇറ്റ് ഈസ് അമേസിങ്. ഓ അത് വളരെ അമേസിങ് ആണ്. ഈ മങ്കിയും റാബിറ്റും അങ്ങനെ പറയും. The rabbit, the eagle and the monkey went near the spaceship. അപ്പോൾ റാബിറ്റും ഈഗിളും മങ്കിയും ഈ സ്പേസ്ഷിപ്പിൻ്റെ അടുത്തോട്ട് പോയി. ഹായ് ഫ്രണ്ട്സ്, ഐ എം സോഗ്, ഐ എം ഫ്രം മാസ്. അപ്പോൾ ഈ ഏലിയൻ ഇവർക്ക് പരിചയപ്പെടും അല്ലേ. ഏലിയൻ പറയാണ്, ഹായ് ഫ്രണ്ട്സ്, എൻ്റെ പേര് സോഗ് എന്നാണ്, ഞാൻ എവിടെ നിന്ന് വരുന്നു? മാസ്. മാസ് ചൊവ്വാഗ്രഹം അല്ലേ. മാസ് ഒരു പ്ലാനറ്റ് ആണ് കേട്ടോ, നമ്മുടെ ഭൂമി എർത്ത് പോലെ ഒരു പ്ലാനറ്റ് ആണ് മാസ്. അപ്പോൾ മാസിൽ നിന്ന് വരുന്നു എന്ന് പറയും. വൈ ആർ യു ഹിയർ? അപ്പോൾ ഈഗിൾ ചോദിക്കും, നീ എന്താണ് ഇവിടെ? മാസ് ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ചൊവ്വാഗ്രഹത്തിന്റെ ചിത്രമാണ് നിങ്ങൾക്ക് ഈ തന്നിരിക്കുന്നത്. നമ്മുടെ എർത്ത് പോലെ തന്നെ ഉള്ളൊരു പ്ലാനറ്റ് ആണ് മാസും. Zog pressed his watch. A picture popped up in the air. Do you know him? Zog asked. അപ്പോൾ സോഗ് അവൻ്റെ വാച്ചിൽ അമർത്തിയപ്പോൾ ഇതുപോലൊരു കുട്ടിയുടെ പിക്ചർ വന്നു. എന്നിട്ട് ചോദിക്കും, നിങ്ങൾക്ക് ഇവനെ അറിയുമോ? ദിസ് ഈസ് ലക്കി, അവർ ഫ്രണ്ട്, സെഡ് ദ മങ്കി. അപ്പം മങ്കി പറയും, ഇത് ലക്കി അല്ലേ, ഈ കുട്ടിയുടെ പേരാണ് കേട്ടോ ലക്കി, ഞങ്ങളുടെ ഫ്രണ്ടാണ്. ഐ ഹാവ് എ ഗിഫ്റ്റ് ഫോർ ഹിം, ഇറ്റ്സ് ഫ്രം എ ലിറ്റിൽ സ്റ്റാർ, സെഡ് സോഗ്. അപ്പോൾ എനിക്ക് അവന് കൊടുക്കാൻ ഒരു ഗിഫ്റ്റ് ഉണ്ട്, ഒരു ലിറ്റിൽ സ്റ്റാർ. ഇറ്റ്സ് ഫ്രം എ ലിറ്റിൽ സ്റ്റാർ, ഒരു ലിറ്റിൽ സ്റ്റാറിൽ നിന്നുള്ളൊരു ഗിഫ്റ്റാണ്, സെഡ് സോഗ്. അപ്പോൾ സോഗ് അങ്ങനെ പറയും. Zog pressed his watch again. Another picture popped up. വീണ്ടും സോഗ് അവൻ്റെ വാച്ച് അമർത്തിയപ്പോൾ വേറൊരു ചിത്രം തെളിഞ്ഞു വന്നു. ലക്കി ഈസ് ഓൺ ദ റിവർ സൈഡ്. ലക്കി എവിടെ ഇരിക്കുന്നു? ഒരു നദീ തീരത്ത് ഇരിക്കുന്നു. കം ലെറ്റ്സ് ഗോ ദർ, സെഡ് ദ ഈഗിൾ. അപ്പോൾ ഈ ഈഗിൾ പറയും, വരൂ നമുക്ക് അങ്ങോട്ട് പോകാം. അപ്പോൾ ലക്കി വാസ് ഫിഷിംഗ് ഇൻ ദ റിവർ. ലക്കി എന്ത് ചെയ്യായിരുന്നു? ഒരു ചൂണ്ടയൊക്കെ ഇട്ട് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഹായ് ലക്കി, ഐ എം സോഗ് ഫ്രം മാസ്. ഞാൻ സോഗാണ്. എവിടെ നിന്ന്? മാസിൽ നിന്ന്, ചൊവ്വാഗ്രഹത്തിൽ നിന്ന്. ഐ ഹാവ് എ ഗിഫ്റ്റ് ഫോർ യു. എൻ്റെ കയ്യിൽ നിനക്കൊരു ഗിഫ്റ്റ് ഉണ്ട്. സോഗ് ഹാൻഡഡ് ഓവർ എ ബോക്സ് ടു ലക്കി. അപ്പോൾ സോഗ് ആ ഗിഫ്റ്റ് ആർക്ക് കൊടുത്തു? ലക്കിയുടെ കയ്യിൽ കൊടുത്തു. ഇതാ കണ്ടോ, ചിത്രത്തിൽ കാണുന്ന പോലെ സോഗ് ഗിഫ്റ്റ് കൊടുക്കുകയാണ് ലക്കിക്ക്. സോഗ് ലുക്ക്ഡ് അറ്റ് ദ റിവർ. എന്നിട്ട് സോഗ് ആ റിവറിലേക്ക് നോക്കും. വാട്ട് ഈസ് ദിസ്? എന്താണിത്? ഇറ്റ്സ് എ റിവർ, കം വി ക്യാൻ പ്ലേ ഇൻ വാട്ടർ. ഇതൊരു നദിയാണ്, നമുക്ക് വെള്ളത്തിൽ കളിച്ചാലോ എന്ന് സോഗിനോട് ഈ കുട്ടി ചോദിക്കും കേട്ടോ. സോഗ് ഡിപ്ഡ് ഹിസ് ഫീറ്റ് ഇൻ ദ വാട്ടർ. സോഗ് പതുക്കെ കാല് കൊണ്ട് വെള്ളത്തിൽ മുക്കി. വോ ഹൗ കൂൾ! ഓ എന്തൊരു തണുപ്പാ. ഓൾ ഓഫ് ദം പ്ലേഡ് ഇൻ ദ റിവർ ഫോർ എ ലോങ് ടൈം. അപ്പം എല്ലാവരും വെള്ളത്തിൽ കുറേ നേരം കളിച്ചു. ശേഷം ഓ നോ മൈ വാച്ച്. അപ്പോൾ സോഗിൻ്റെ വാച്ചിലൊക്കെ വെള്ളമായില്ലേ. നമ്മൾ പറഞ്ഞില്ലേ ഒരു മാജിക്കൽ വാച്ച് ഉണ്ട് അല്ലേ ഈ ഏലിയന്. അപ്പം അതിൽ വെള്ളമായി. മൈ വാച്ച് ലോസ്റ്റ്. അയ്യോ എൻ്റെ വാച്ച് കേടുവന്നു. ഐ കാൺട്ട് ഫ്ലൈ ദ സ്പേസ് വിത്തൗട്ട് ഇറ്റ്. വാച്ച് കാണാനില്ല, നഷ്ടപ്പെട്ടു വെള്ളത്തിൽ. എനിക്ക് ആ വാച്ചില്ലാണ്ട് ആ സ്പേസ് ഷിപ്പിൽ കയറി എനിക്ക് പറക്കാൻ പറ്റില്ല പറയും സോഗ്. ഡോണ്ട് വെറി സോഗ്, ലെറ്റ്സ് ഫൈൻഡ് ഇറ്റ്. നീ വിഷമിക്കണ്ട സോഗ്, നമുക്ക് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. എന്നിട്ട് കുട്ടി ലക്കി അതിനുള്ളിലേക്ക് എടുത്ത് ചാടി. ലക്കി ഡൈവ്ഡ് ഇൻ ടു ദി വാട്ടർ. ദ മങ്കി ആൻഡ് ദ റാബിറ്റ് സെർച്ച്ഡ് ഇറ്റ് ഓൺ ദ റിവർ സൈഡ്. അപ്പോൾ ലക്കി കണ്ടോ കൂട്ടുകാരെ, ലക്കി ചാടുന്ന കണ്ടോ? ലക്കി ഇതുപോലെ വെള്ളത്തിലോട്ട് എടുത്ത് ചാടും. മങ്കിയും റാബിറ്റും ആ റിവർ സൈഡിൽ എന്ത് ചെയ്യും? സെർച്ച് ചെയ്യും അല്ലേ. മങ്കിയും റാബിറ്റും ആ റിവർ സൈഡിൽ വാച്ചുണ്ടോ എന്ന് തിരയും. ഹേ ഹിയർ ഇസ് യുവർ വാച്ച്. അപ്പം ലക്കി ഇതാ കുളത്തിൽ മുങ്ങി, നദിയിൽ മുങ്ങിയ വാച്ച് കണ്ടുപിടിച്ചു, എടുത്തല്ലേ. താങ്ക് യു ഫ്രണ്ട്സ്. അപ്പോൾ ഏലിയൻ താങ്ക് യു പറയാണ് ഫ്രണ്ട്സിന്.
Zog and his friends reached near the spaceship. Zog touched his watch. The door opened. അങ്ങനെ സോഗും ഫ്രണ്ട്സും കൂടി സ്പേസ്ഷിപ്പിന്റെ അടുത്തെത്തി. സോഗ് വാച്ചിൽ തൊട്ടതും ആ ഡോറുകൾ, ആ സ്പേസ്ഷിപ്പ്, ഈ വാഹനം കേട്ടോ, അതാ ഈ ഒരു വെഹിക്കിളിനെയാണ് സ്പേസ്ഷിപ്പ് എന്ന് പറയുക. അതിന്റെ വാതിലുകൾ, ഡോറുകൾ ഓപ്പൺ ആയി. സോഗ് അതിൽ കയറും. ബൈ ഫ്രണ്ട്, സോഗ് ഗോട്ട് ഇൻ ടു ദ സ്പേസ്ഷിപ്പ്. സോഗ് അതിൻ്റെ ഉള്ളിൽ കയറി. സൂം, ദ സ്പേസ്ഷിപ്പ് സോഡ് അപ്പ് ഇൻ ടു ദ സ്കൈ. അപ്പോൾ സ്പേസ്ഷിപ്പ് പറന്നുകൊണ്ട് ആകാശത്തോട്ട് പോയി. അപ്പം താഴെ നിന്ന് ലക്കിയും മങ്കിയും റാബിറ്റും ഈഗിളും കൂടി ബൈ ബൈ പറയാണ്. അപ്പം ഇതാണ് നമ്മുടെ കഥ. എല്ലാവർക്കും കഥ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് മാർക്ക് ചെയ്യാനുണ്ട്. നമുക്ക് ശരിയാണെങ്കിൽ ശരിയും തെറ്റാണെങ്കിൽ റോങ്ങും ഇടണം കേട്ടോ. ട്രൂ ഓർ ഫോൾസ് ആണ്. നമുക്ക് സെന്റൻസസ് വായിക്കാം. സോഗ് ഗോട്ട് ഹിസ് വാച്ച് ഫ്രം ദി റിവർ. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. സോഗിന് വാച്ച് റിവറിൽ നിന്ന് കിട്ടിയെന്നാണ് കേട്ടോ അതിൻ്റെ മലയാളം. രണ്ടാമത്തെ, ആൻ ഏലിയൻ ഫെൽ ഡൗൺ ഫ്രം ദ സ്കൈ. സ്കൈയിൽ നിന്നൊരു ഏലിയൻ ഫെൽ ഡൗൺ ചെയ്തു. അത് തെറ്റാണ് അല്ലേ? സ്പേസ്ഷിപ്പിൽ വന്നിറങ്ങുകയായിരുന്നു. അടുത്തത്, ദ മങ്കി ആൻഡ് ദ റാബിറ്റ് ഹേർഡ് എ ലൗഡ് നോയ്സ്. മങ്കിയും റാബിറ്റും ഒരു വലിയ ശബ്ദം കേട്ടു. ശരിയാണ്. സോഗ് ബ്രോട്ട് എ ഗിഫ്റ്റ് ഫോർ ദ മങ്കി. സോഗ് മങ്കിക്ക് ഒരു ഗിഫ്റ്റ് കൊണ്ടുവന്നിരുന്നു. അത് തെറ്റാണ്. സോഗ് ലക്കിക്കാ കൊണ്ടുവന്നല്ലേ? അടുത്തത്, സോഗ് വാണ്ടഡ് ടു സീ ലക്കി. സോഗിന് ലക്കിയെ കാണണമായിരുന്നു. അത് ശരിയാണ്. സോഗ് ഹീൽഡ് ദ ഈഗിൾസ് വൗണ്ട്. സോഗ് ഈഗിളുടെ മുറിവുണക്കി. അതും ശരിയാണ്. അപ്പം ഇതിൽ ശരിയും തെറ്റും നിങ്ങൾ കാണുന്നുണ്ടല്ലോ അല്ലേ? ഇതാണ് ഇതിൻ്റെ ആൻസേഴ്സ്. അപ്പം ഇത്രയാണ് നമ്മുടെ ക്ലാസ്സിൽ. നമ്മളിത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തുടർന്ന് വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.